എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞങ്ങളുടെ യാത്ര ഇന്ന് ഊട്ടിയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലേക്ക് ഞങ്ങളുടെ കാറിലാണ് യാത്ര പോയത്. എൻ്റെ കൂടെ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഞങ്ങളിതിന് മുൻപും ഊട്ടിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ തവണ പോകാനുള്ളൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊട്ടിയിലേക്ക് പലതവണ വന്നപ്പോഴും ഈ ഊട്ടിയിലെ ഇവിടുത്തെ ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, അതായത് നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ട്രെയിനുണ്ട്. മേട്ടുപ്പാളയം മുതൽ ഉദകമണ്ഡലം, അതായത് ഊട്ടി വരെയാണ് ആ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ആ ട്രെയിനിൽ ഇതുവരെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ തവണ മുൻകൂട്ടി തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 2-3 മാസം മുൻപ് ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങളതിന് മുൻപ് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ബുക്ക് ചെയ്തു. ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ കാണുന്ന ട്രെയിൻ മുൻപ് ഓടിയിരുന്ന ട്രെയിനിൻ്റെ എൻജിനാണ്. അത് ഇതുമാതിരി ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാതിരി വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഊട്ടിയിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് മേട്ടുപ്പാളയത്തേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കിലുക്കം സിനിമയുണ്ടല്ലോ, മോഹൻലാലിൻ്റെയും ജഗതിയുടെയൊക്കെ കിലുക്കം സിനിമ. ആ സിനിമയിൽ രേവതിയൊക്കെ വന്നിറങ്ങുന്നത് ഈ ഊട്ടിയിലെ ടോയ് ട്രെയിനിലാണ്. അന്ന് ആ സിനിമ കണ്ടപ്പോൾ മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ട്രെയിനിൽ ഒരു തവണയെങ്കിലും ഒന്ന് കയറണമെന്നുള്ളത്. അപ്പോൾ അതിനുള്ള അവസരം ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. എന്താണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് ഈ ഊട്ടിയിലെ ടോയ് ട്രെയിൻ യാത്ര. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ യാത്ര ആസ്വദിച്ചിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയും മനോഹരമാണ് ഈ ട്രെയിൻ യാത്ര. ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ഉദകമണ്ഡലത്തു നിന്ന് മേട്ടുപ്പാളയം വരെയാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. അത് പണ്ട് കാലത്ത് റെയിൽവേ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണത്. അപ്പോൾ ആ മ്യൂസിയമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലത്ത് ഈ ട്രെയിനിലൊക്കെ യൂസ് ചെയ്തിരുന്ന, അതുമാതിരി തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്തിരുന്ന വസ്തുക്കളൊക്കെയാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. പിന്നെ പഴയ കാലത്തെ കുറേ ഫോട്ടോസുകൾ അവിടെ അവരുടെ ചുമരിൽ തൂക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു മ്യൂസിയം തന്നെയായിരുന്നു. ഇനി നമുക്ക് ഈ ഊട്ടിയിലെ ഈ ടോയ് ട്രെയിനിൻ്റെ കുറച്ച് പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ ടോയ് ട്രെയിൻ ഒരു സാധാരണ ട്രെയിനല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും കുത്തനെ മല കയറുന്ന റെയിൽവേ ട്രാക്ക് ഉള്ളത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ മല കയറാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ സംഗതിയായ ട്രാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ലൈനും ട്രെയിൻ എഞ്ചിനും ഇപ്പോഴും സ്റ്റീം എഞ്ചിനിൽ ഓടുന്ന ഇന്ത്യയിലെ 2 സ്ഥലങ്ങളിൽ ഒന്നും ഇതാണ്. സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലം, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ മൗണ്ടൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ ലിസ്റ്റിൽ ഉൾപ്പെട്ട റെയിൽവേ സിസ്റ്റം. വെറും 46 കിലോമീറ്റർ ദൂരത്തിൽ 250 പാലങ്ങളും 16 ടണലുകളും 208 കർവുകളും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് പ്രത്യേകതകളുള്ള ഒന്നാണ് ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ. മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയുള്ള റെയിൽവേക്ക് നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്നാണ് പേര്. ചുരുക്കി NMR എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം ബ്രോഡ് ഗേജ് എന്ന് വിളിക്കുന്ന 1.676 മീറ്റർ ആണെങ്കിൽ ഇവിടെ 1 മീറ്ററിൻ്റെ അകലമുള്ള മീറ്റർ ഗേജ് ലൈൻസാണ്. വളരെ ഷാർപ്പ് ടൈമിലാണ് ഇവിടുത്തെ ട്രെയിനെല്ലാം ഓടുന്നത്. ഈ ട്രെയിൻ എഞ്ചിൻ എപ്പോഴും മുന്നിൽ തന്നെ ആയിരിക്കില്ല. ഊട്ടിയിലേക്ക് പോകുമ്പോൾ പിന്നിലും ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ മുന്നിലുമായിരിക്കും. എഞ്ചിൻ എപ്പോഴും മേട്ടുപ്പാളയം സൈഡിലായിരിക്കും. കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എഞ്ചിൻ ഇറക്കത്തിൻ്റെ സൈഡിലായിരിക്കും. എന്തു വന്നാലും മറ്റു ബോഗികളെ എഞ്ചിൻ താങ്ങി നിർത്തുമെന്ന് ഉറപ്പിക്കാനാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മുടെ ടോയ് ട്രെയിൻ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം അതിൽ കയറാനുള്ള ആവേശത്തിലാണ്. അത് കാണുമ്പോൾ തന്നെ വളരെ രസമുണ്ട്. ഒരു ടോയ് ട്രെയിൻ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ബോഗികളൊക്കെ തന്നെയാണ് അതിനുള്ളത്. വളരെ കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു ട്രെയിനാണിത്. ഊട്ടിയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഈ ട്രെയിനിൽ കയറാൻ ഉദ്ദേശമുണ്ടെങ്കിൽ 2-3 മാസം മുൻപ് തന്നെ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ്. ഈ ഊട്ടിയിൽ വരുന്ന പല ആൾക്കാരും കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക്, അല്ലെങ്കിൽ ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ആ യാത്ര നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമാവണമെന്നില്ല. അത് പറയാനായിട്ടൊരു കാരണമുണ്ട്. അതായത് ഈ ടോയ് ട്രെയിൻ സ്റ്റീം എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ.
അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്കോ അല്ലെങ്കിൽ കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്കോ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഈ ട്രെയിനിൽ ഘടിപ്പിക്കുന്നത് ഡീസൽ എഞ്ചിനായിരിക്കും. മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെയാണ് ഈ ട്രെയിൻ സ്റ്റീം എഞ്ചിനിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയോ അല്ലെങ്കിൽ ഊട്ടി മുതൽ മേട്ടുപ്പാളയം വരെയോ ഈ യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ട്രെയിനിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഷാർപ്പ് ടൈമിൽ തന്നെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മേട്ടുപ്പാളയത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള സീനറികളാണ് നമുക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ലൗഡയിൽ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കിലുക്ക് സിനിമയുടെയൊക്കെ കുറേ ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളത് പറയപ്പെടുന്നു. മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെ ഈ ട്രെയിൻ ഓടാനുള്ള സമയമെന്ന് പറയുന്നത് ഏകദേശം 4:45 മുതൽ 5 മണിക്കൂർ വരെയാണ്. എന്നാൽ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് പോകുമ്പോൾ നമുക്ക് 3.5 മണിക്കൂർ മതി. അതായത് താഴേക്കുള്ള ഇറക്കമായതുകൊണ്ടാണ് നമുക്ക് സമയം വളരെ കുറവ്. അപ്പോൾ മേട്ടുപ്പാളയത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഈ മല കയറേണ്ടതുള്ളത് കൊണ്ടാണ് സമയം കൂടുതലെടുക്കുന്നത്. സ്റ്റീം എൻജിൻ ചേഞ്ച് ചെയ്യുന്നത് കൂനൂർ സ്റ്റേഷനിൽ വെച്ചാണ്. അതൊരു കലാപരിപാടി തന്നെയാണ്. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അതിന് സമയം എടുക്കാറുണ്ട്. മേട്ടുപ്പാളയത്ത് നിന്ന് വരുമ്പോൾ കല്ലാർ സ്റ്റേഷൻ മുതൽ കൂനൂർ വരെയുള്ള ഭാഗത്താണ് കുത്തനെയുള്ള കയറ്റമുള്ളത്. അപ്പോൾ അവിടെ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉപയോഗിച്ച് മാത്രമേ കയറ്റം കയറാൻ കഴിയുകയുള്ളൂ. അത് സ്റ്റീം എഞ്ചിനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റീം എഞ്ചിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയായിരിക്കും പിന്നീട് കൂനൂരിൽ നിന്നും ഡീസൽ എഞ്ചിൻ പിടിപ്പിക്കുന്നത്. ഈ ഊട്ടിയുടെ ചരിത്രം ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലെ മറ്റുള്ള ഹിൽ സ്റ്റേഷനും പോലെ ഊട്ടിയെയും ഒരുക്കിയെടുത്തത്. ബ്രിട്ടീഷുകാർ ഈ മല കയറും മുൻപ് ഇവിടുത്തെ ട്രൈബൽസായ ടോഡാസ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് ഇത് കൊടും കാട് തന്നെയായിരുന്നു. ഉദകമണ്ഡലം എന്നാണ് ഊട്ടിയുടെ ഇപ്പോഴത്തെ പേര്. ടോഡ ഭാഷയിൽ മലയിലെ വീട് എന്നർത്ഥമുള്ള ഊത്തക്കൽ മുണ്ട് എന്ന വാക്കിൽ നിന്നാണ് ഉദകമണ്ഡലം ഉണ്ടായത്. ബ്രിട്ടീഷുകാർക്ക് നാക്കുളുക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ പിന്നീട് ഉദകമണ്ഡലത്തെ ഊട്ടി എന്ന് വിളിച്ചത്. 1820 ബ്രിട്ടീഷുകാർ നീലഗിരി മലകളിൽ ആദ്യമായി സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുന്നത്. 1870 മുതൽ വേനലാകുമ്പോൾ മദ്രാസ് ഗവൺമെൻറ് മൊത്തത്തിൽ തന്നെ ഊട്ടി മലയിലേക്ക് മാറ്റപ്പെടുന്ന രീതി തുടങ്ങി. അവരുടെ സമ്മർ ക്യാപിറ്റലായി. പക്ഷേ അന്ന് 10 ദിവസം വേണ്ടി വന്നിരുന്നു താഴെ മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിലേക്ക് മല കയറിയെത്താൻ. ട്രെയിനിൽ ഇപ്പോൾ ഏകദേശം 5 മണിക്കൂർ വേണ്ടിയിടത്താണ് അന്ന് 10 ദിവസം എടുത്തിരുന്നത്. അതുകൂടാതെ തന്നെ വന്യമൃഗങ്ങളിൽ നിന്നും പ്രാണികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് വേണം അന്ന് മല കയറിയിട്ട് മുകളിലേക്ക് എത്താനായിട്ട്. അന്ന് മേട്ടുപ്പാളയം പോലും വളരെ ചെറിയൊരു ഗ്രാമമായിരുന്നു. പക്ഷേ ഈ ബുദ്ധിമുട്ട് കൊണ്ട് ഇതിനു മുൻപ് തന്നെ 1854 മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെ ഒരു റെയിൽവേ ലൈൻ നിർമ്മിക്കണമെന്ന ഒരു ആലോചന മദ്രാസ് ഗവൺമെൻറ് തുടങ്ങിയിരുന്നു. ആദ്യമായി ഇന്ത്യയിൽ ട്രെയിൻ ഓടുന്നത് 1853 ആ വർഷം തന്നെ മദ്രാസ് ടു കോയമ്പത്തൂർ റെയിൽവേ ലൈനിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഊട്ടി റെയിൽവേ ലൈനിന് വളരെ പരുഷമായ മലയും കാടും ഒരു പ്രതിസന്ധി തന്നെയായി. 1873 മേട്ടുപ്പാളയം വരെ മദ്രാസിൽ നിന്നും റെയിൽവേ ലൈൻ എത്തി. പക്ഷേ മേട്ടുപ്പാളയത്ത് നിന്നും 10 ദിവസത്തെ കാളവണ്ടിയിൽ സഞ്ചരിച്ച് വേണം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും സ്റ്റാഫിനുമെല്ലാം നീലഗിരി മലയിലെത്താൻ. അപ്പോഴേക്കും ഇത്തരത്തിലുള്ള മലയിൽ യൂസ് ചെയ്യാവുന്ന ടെക്നോളജിയായ റാക്ക് റെയിൽവേ എന്ന ഐഡിയ നീലഗിരി ഡിസ്ട്രിക്ട് എഞ്ചിനീയറായ JLL മോറൻ മുന്നോട്ട് വെച്ചു. 1885 സ്വിസ് ഇൻവെൻ്ററായ റിഗൻ ബാക്ക് നീലഗിരി റിഗി റെയിൽവേ ലിമിറ്റഡ് എന്ന ഒരു കമ്പനി തുടങ്ങുകയും 1891 പണി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1899 ജൂണിൽ മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെയുള്ള 26 കിലോമീറ്റർ ലൈൻ കംപ്ലീറ്റ് ചെയ്ത് ട്രെയിൻ ഓടി തുടങ്ങി. കൂനൂർ സ്റ്റേഷൻ്റെ പണി അതിനു 2 വർഷം മുൻപ് തന്നെ കഴിഞ്ഞിരുന്നു. ഊട്ടിയിലേക്കുള്ള പണി അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ 1908 ഒക്ടോബർ 15 ഊട്ടി സ്റ്റേഷനിലേക്ക് ആദ്യമായി ട്രെയിൻ ഓടിയെത്തി. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ലൈൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് കൂനൂർ സ്റ്റേഷൻ എത്താറായി. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ് കൂനൂർ സ്റ്റേഷൻ. പിന്നെ അവിടെ വെച്ചിട്ടാണ് ഈ എൻജിൻ മാറ്റുന്ന ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ എൻജിൻ മാറ്റുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്കിതിൽ കാണിക്കാം. പുറത്ത് നല്ല കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഊട്ടിയിലെ കാലാവസ്ഥ നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ തന്നെയായിരിക്കുമല്ലോ എപ്പോഴും എല്ലാ സമയത്തും. അപ്പോൾ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു യാത്ര തന്നെയായിരിക്കും ഈ ഊട്ടിയിലെ ടോയ് ട്രെയിൻ യാത്ര. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അങ്ങനെ കൂനൂർ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ട്രെയിനിൻ്റെ
എൻജിൻ മാറ്റുന്ന ചടങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. അപ്പോൾ ആ വരുന്നതാണ് സ്റ്റീം എൻജിൻ. ഒരുപാട് പേര് ഈ സ്റ്റീം എൻജിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. Abi. ഈ ട്രെയിനിൻ്റെ എൻജിൻ മാറ്റാനായിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ഇവിടെ ഹാൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഇവിടെ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ ആ പാളത്തിലൂടെ അവർ നിർമ്മിച്ചിട്ടുള്ള മല കയറാൻ വേണ്ടി, ട്രെയിനിന് മല കയറാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള റാക്ക് പിനിയൻ സിസ്റ്റം. അപ്പോൾ ഈ പിനിയൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഈ ട്രെയിൻ മല കയറി പോകുന്നത്. വലുതും ചെറുതുമായ 250 പാലങ്ങൾ, അതിൽ 20 അടിയിൽ കൂടുതൽ നീളമുള്ള 47 പാലങ്ങൾ, അതിൽ തന്നെ 27 എണ്ണം വളരെ ഉയരമുള്ളത്, 16 ടണലുകൾ, പിന്നെ 208 കർവുകളും. വെറും 45.88 കിലോമീറ്റർ റെയിൽവേ ലൈനിലുള്ളതാണ് ഈ പറഞ്ഞതെല്ലാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും കുത്തനെയുള്ള റെയിൽവേ ലൈനാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇരുമ്പ് പാളങ്ങളിൽ ഇരുമ്പ് വീൽ തന്നാതെ കയറ്റം കയറുക എന്നത് പലപ്പോഴും എളുപ്പമല്ല, പ്രത്യേകിച്ച് മഴയുള്ള അവസരങ്ങളിൽ. അപ്പോൾ അതിനുവേണ്ടിയാണ് റാക്ക് റെയിൽവേ ഇവിടെ പണിതത്. ഇപ്പോൾ എഞ്ചിനുകളിൽ വെള്ളം തിളപ്പിക്കുന്നത് ഡീസലും ഫർണസ് ഓയിലും ഉപയോഗിച്ചാണ്. 50 ടണ്ണാണ് ഈ എഞ്ചിൻ്റെ ഏകദേശം വെയിറ്റ്. 98 ടൺ വരെ വലിക്കാൻ കപ്പാസിറ്റി ഇതിനുണ്ട്. ഈ എഞ്ചിൻ്റെ ഏകദേശ വില എന്ന് പറയുന്നത് 10 കോടി രൂപയാണ്. (2005) യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തി. ഈ ടോയ് ട്രെയിനും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേഷനുകളും ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനുകളായിട്ടുണ്ട്. അത് നമ്മുടെ കിലുക്കം, അതുപോലെ തന്നെ സമ്മർ ഇൻ ബദലഹം, അതുപോലെ തന്നെ ഹിന്ദി സിനിമയായിട്ടുള്ള ഷാരൂഖ് ഖാൻ്റെ ദിൽസെ, അതിലെ ചെയ്യ എന്നുള്ള ആ പാട്ടൊക്കെ ഈ ടോയ് ട്രെയിനിൻ്റെ മേലെ നിന്നിട്ടാണ് അവർ കളിച്ചത്. ഈ ട്രെയിനിൻ്റെ സമയം മേട്ടുപ്പാളയത്ത് നിന്നും 7:10 രാവിലെ. ആ ട്രെയിൻ ഉച്ചയ്ക്ക് 11:55 ഊട്ടിയിൽ എത്തിച്ചേരും, അതായത് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. പിന്നെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉദകമണ്ഡലത്തിൽ നിന്നും മേട്ടുപ്പാളയത്തേക്കുള്ള ട്രെയിൻ. ആ ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അത് വൈകുന്നേരം 5:30 മേട്ടുപ്പാളയത്ത് എത്തിച്ചേരും. ഈ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഈ സ്റ്റീം എഞ്ചിനിൽ വെള്ളം നിറയ്ക്കുന്നതാണ്. ഈ വെള്ളം ചൂടാക്കി ആ നീരാവി കൊണ്ടാണ് ഈ എൻജിൻ പ്രവർത്തിക്കുന്നത്.
അപ്പോൾ ഈ ഊട്ടിയിലെ ഈ ടോയ് ട്രെയിൻ യാത്ര എല്ലാവരും വളരെ ആസ്വദിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഈ ഊട്ടിയിലെ ടോയ് ട്രെയിൻ യാത്രയുടെ ഈ അനുഭവങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ടോയ് ട്രെയിനിലെ യാത്ര ആസ്വദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയും രസകരമായിട്ടുള്ളൊരു വളരെ മനോഹരമായിട്ടുള്ള സീനറികളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര വളരെ രസകരമായിരുന്നു. ഇത്രയൊക്കെയാണ് ഈ ഊട്ടിയിലെ ടോയ് ട്രെയിനിൻ്റെ വിശേഷങ്ങളായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഈ ടോയ് ട്രെയിനിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.